എപ്പോഴാണ് ജനിച്ചത്? 1935 ഫെബ്രുവരി 15 അതൊരു ഗ്രാമമാണ്, ഒരു കുഗ്രാമമാണ്. വലിയ പരിഷ്കാരമൊന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ്. അതിനെപ്പറ്റി കൂടുതൽ പറയാൻ എന്താ ഉള്ളത്? സാധാരണക്കാരാണ് അതിൽ, അല്ലാണ്ട് വലിയ വിദ്യാഭ്യാസമുള്ള കൂട്ടരൊന്നുമല്ല. സാധാരണ കൃഷിക്കാർ. ചെറുമുണ്ടശ്ശേരി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം 10 ഒരാളൊക്കെയാണ് അവിടെ ജീവിത സൗകര്യങ്ങളുള്ളൂ. ബാക്കിയൊക്കെ ദരിദ്രന്മാർ തന്നെയാണ് അധികവും. അതന്നെ പറയാനുള്ളത്. എൻ്റെ രക്ഷിതാക്കൾ കൃഷിക്കാരായിരുന്നു. കൃഷിക്കാരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. എനിക്ക് 6 മാസം, എന്നെ പ്രസവിച്ചിട്ട് 6 മാസം പ്രായമുള്ളപ്പോൾ അച്ഛൻ എന്നെ വിട്ടുപോയി പിനാങ്കിലേക്ക്. അപ്പോൾ അച്ഛൻ കൃഷിക്കാരനാണെന്ന് പറയാൻ പറ്റുമോ? പിനാങ്കിലെ അവർ എസ്റ്റേറ്റിലായിരുന്നു. എന്താ ജോലി എന്നോട് ചോദിച്ചാൽ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇംഗ്ലീഷുകാരുടെ കൂടെ ആയിരുന്നു. എന്തായിരുന്നു അവരുടെ കീഴിൽ ജോലി എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. പിനാങ്ക പറയുമ്പോൾ മലേഷ്യ. അതെ അതെ അതെ. അമ്മാവന്മാർ നമ്മുടെ ആങ്ങളമാരാണല്ലോ അമ്മാവന്മാർ. പിന്നെ നമ്മുടെ ജ്യേഷ്ഠത്തിമാരുടെ മക്കൾ, ഇവരെല്ലാവരും കൂടി ഞങ്ങൾ ഒരു സമുദായത്തിൽ ജീവിച്ചു തന്നെ, ഒരു കുടുംബത്തിൽ. അല്ലാണ്ട് അന്ന് അച്ഛൻ്റെ യാതൊരു സഹായവും ഉണ്ടായിട്ടില്ല. അച്ഛൻ പൈസ അയച്ചു എന്ന് പറഞ്ഞാൽ അച്ഛൻ പോയതിൻ്റെ ശേഷമാണ് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായി. ആ സെക്കൻഡ് വേൾഡ് വാറിൽ അച്ഛൻ മരിച്ചുപോയി എന്നാണ് വിചാരിച്ചത്. ഇല്ല ഈ 16 കൊല്ലം എന്താണെന്ന് ആർക്കും അറിയില്ല, ജീവിച്ചിരിക്കേണ്ടതെന്ന് കൂടി അറിയില്ല. അപ്പോൾ ഈ 16 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു വിവരം കിട്ടിയത്, ഒരു എഴുത്ത് വന്നത്. എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല. ഒരു അമ്മമ്മ സ്കൂൾ മാഷായിരുന്നു. പിന്നെ ഒരു ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്യേഷ്ഠത്തിൻ്റെ മകൻ കച്ചവടമായിരുന്നു, പലചരക്ക് കച്ചവടം. പിന്നെ അതാണ് പിന്നെ കാര്യമായിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ കുറച്ച് കൃഷി നടന്നിരുന്നു. പാട്ടകൃഷി പറഞ്ഞാൽ അറിയില്ല. പാട്ടകൃഷി പറഞ്ഞാൽ വേറൊരാളുടെ കൃഷി നമ്മൾ കൊല്ലത്തിൽ പാട്ടം കൊടുക്കുന്നതിനാണ് പാട്ടകൃഷി പറയുക. അങ്ങനെ തട്ടിമുട്ടി ജീവിച്ചിരുന്നു. അല്ലാണ്ട് വലിയ വരുമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് സംഗതി. ഇല്ല, ഒറ്റ മകൻ. അപ്പോ വേറെ സഹോദരങ്ങളും ആരും ഉണ്ടായിരുന്നില്ലേ? എന്താ അമ്മാവന്മാരുടെ മക്കളും അല്ലെങ്കിൽ അങ്ങനെ വേറെ ആരുമില്ല. വേറെ സഹോദരന്മാർ മറ്റേ കുഞ്ഞിമാളും എടുത്തി അതവർ എൻ്റെ കുടുംബത്തിലാളെന്ന് മാത്രമേ. ഞാൻ ജീവിക്കുന്ന എൻ്റെ വീട്ടിലെ ഞാൻ മാത്രമേ ഉള്ളൂ. കുഞ്ഞുമാള് എന്ന് പറയണത് എൻ്റെ കുടുംബത്തിലെ വെച്ചാൽ ജ്യേഷ്ഠത്തി എൻ്റെ മക്കളെ ഡിവൈഡ് ആയപ്പോൾ അവർ വേറെ കുടുംബമായി, ഞങ്ങൾ വേറെ കുടുംബമായി. എൻ്റെ വീട്ടുപേര് കുരുവിങ്കിൽ കവനാട്ട എന്നാണ്. കവനാട്ട എന്ന് പറഞ്ഞിട്ടാണ് പറയുക. പക്ഷെ കുരുവിങ്കിൽ എന്ന് പറഞ്ഞ വീടാണ് അതിൻ്റെ പിന്നെ ആദ്യത്തെ തറവാട്. അപ്പോൾ അവിടെ സ്ഥലവും ഇല്ലാണ്ട് ഞങ്ങൾ വേറെ, നമ്മളെ പൂർവികന്മാർ വേറെ ഈ സ്ഥലത്തെ ഒരു വീടുണ്ടാക്കി. അതിനാണ് കവനാട്ട എന്ന് പേര്. അല്ലാണ്ട് ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് ഭാഗം എടുത്ത് പോന്നിട്ടൊന്നുമില്ല. ആദ്യം ഞാൻ എലിമെൻ്ററി സ്കൂളിലാണ് 5ാം ക്ലാസ് വരെ. അമ്പലപ്പാറ 5ാം ക്ലാസ്. 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അമ്പലപ്പാറ തന്നെ NMH സ്കൂളെ പറയും. 7ാം ക്ലാസ് വരെ അമ്പലപ്പാറ തന്നെ. ആ സ്കൂളിൽ കഴിഞ്ഞിട്ട് പിന്നെ കടമ്പഴിപ്പുറത്ത് ഒരു കൊല്ലം ചേർന്നു. ആ പഠിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ചുനങ്ങാടാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള സംഭവങ്ങൾ പലതുമുണ്ട്. വേറെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പല ജോലികളും ചെയ്തിരുന്നു. കൃഷി ചെയ്തിരുന്നു. പല വീട്ടിൽ എന്തൊക്കെ ജോലി ചെയ്യേണ്ട അത് പറയാൻ പറ്റുമോ? പല വീട്ടുപണികൾ പലതും ഉണ്ടായിരുന്നു. കൃഷിപ്പണി, കായ്ക്കറിപ്പണി, വേലിപ്പണി, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. ഒരു വില്ലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പണികളും ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ ഇപ്പോഴത്തെ മാതിരി അല്ലല്ലോ. യാതൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേക മൂല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പട്ടിണി തന്നെ പ്രത്യേക മൂല്യം. അതെ. അല്ലാണ്ട് ഞങ്ങൾക്ക് യാതൊരു മൂല്യങ്ങളും ഇല്ല. അന്നന്ന് കിട്ടുന്ന ധനം അന്നന്ന് ജീവിക്കാനുള്ളത് തന്നെ ഉള്ളൂ. അതിനെന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അത് എൻ്റെ യുദ്ധമൊന്നും മതിയാവില്ല. അത് 10ാം ക്ലാസ്സിൻ്റെ ഉള്ളിൽ പല ഓർമ്മകളുണ്ട്. കടമ്പഴിപ്പുറത്ത് പഠിക്കുന്ന കാലത്ത് ആലങ്ങാട്ട് മുണ്ടിയങ്കാവിൻ്റെ ആ പറമ്പിൽ വന്ന് പന്ത് കളിച്ചിട്ട് കൈയൊടിഞ്ഞതും
കൈ ഒടിഞ്ഞത് ഒരു പ്രത്യേക സംഗതിയാണ്. ആ കൈ ഒടിഞ്ഞ് അവിടെ പന്ത് കളിച്ചു ഞങ്ങൾ വരുമ്പോൾ. അന്ന് ഹാഫ് ഇയർലി എക്സാമിനേഷൻ രണ്ട് ദിവസം എഴുതിയിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോഴാണ് ഗ്രൗണ്ടിൽ പന്ത് കളിച്ചിട്ട് വീണിട്ട് കൈ മുറിഞ്ഞത്. അതാണ് ഒരു സംഭവം. 3 മാസം സ്കൂളിലേക്ക് പോയില്ല. അന്ന് ഇപ്പോഴത്തെ മാതിരി ഡോക്ടർമാർ അപ്പോഴേക്കപ്പോഴേ എക്സ്റേ എടുക്കലും അതൊന്നുമില്ല. 3 മാസം സ്കൂളിലേക്ക് പോയില്ല എന്നല്ല, ആ കൊല്ലം തോൽക്കുകയും ചെയ്തു അറ്റൻഡൻസ് ഇല്ലാതെ. അതേ ഉണ്ടായത്. അപ്പോൾ അമ്മാവൻ എന്ത് ചെയ്തു വെച്ചാൽ, ഗോപാലകൃഷ്ണൻ വീണു, പന്ത് കളിക്കുമ്പോൾ വീണിട്ട് കൈ മുറിഞ്ഞു എന്ന് കൈ മുറിഞ്ഞു എന്ന് അച്ഛൻ എഴുതി. ആരെ? എൻ്റെ അമ്മാമ സ്കൂൾ മാഷാണ്. എന്നിട്ട് കൂടി ഇതാ വാചകം വെച്ച്, ഏത്? ഗോപാലകൃഷ്ണൻ വീണിട്ട് കൈ മുറിഞ്ഞു. അച്ഛൻ അവിടെ അത് വായിച്ച് നോക്കിയപ്പോൾ എന്തേ മനസ്സിലാക്കിയേ? ഇത് കൈ മുറിഞ്ഞു പോയി എന്ന് അവർ വിശ്വസിച്ചു. കൈ മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞപ്പോൾ ശരി, ഇനിയിപ്പോൾ എങ്ങനെയായാലും മകനെ ഒന്ന് കണ്ടളയും, പോയിട്ട് 16 കൊല്ലമായില്ലേ, ഇനി ഒന്ന് പുറപ്പെട്ടളയും പറഞ്ഞിട്ട് ഈ പേരും പറഞ്ഞിട്ട് അച്ഛൻ അവിടുന്ന് പുറപ്പെട്ടു. അങ്ങനെ അച്ഛൻ വരാൻ കൂടി ഒരു കാരണം എൻ്റെ കൈ മുറിയല. അച്ഛനെ കാണുകയാണ്. അതെ, ജീവിതത്തിലായല്ല, ഓർമ്മ വെച്ചതിൻ്റെ ശേഷം 6 മാസം സമയമായപ്പോൾ. അപ്പൊ 16-ാമത്തെ വയസ്സിലാണ് അതെ കണ്ടത്. അത് കാണുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അച്ഛൻ വരണു എന്ന് പറയുന്നത് കേട്ടിട്ട് ഞാനും അച്ഛൻ്റെ മരുമകനും കൂടിയിട്ട് അച്ഛനെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് ഒറ്റപ്പാലം സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് അച്ഛനെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിന്നപ്പോൾ അച്ഛൻ പോയിട്ട് അച്ഛനെ ഏതാച്ചിട്ടാ അതിൻ്റെ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലല്ലേ. അങ്ങനെ കുറച്ച് നേരം കണ്ടതായിട്ട് ഇങ്ങോട്ട് മടങ്ങി പോന്നു ഞങ്ങൾ. അച്ഛനൊന്നും വന്നിട്ടില്ലോ എന്ന് പറഞ്ഞു ഇവിടെ വീട്ടിൽ വന്നിട്ട്. അപ്പോഴേക്ക് അച്ഛൻ ഒരു ഭാഗത്തു കൂടെ വന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിലിരിക്കണം. അതാണ് ഒരു പ്രത്യേക ഒരു സംഗതി. കുട്ടിക്കാലത്ത് പിന്നെ പല ഓർമ്മകളുണ്ട്. കൊട്ടിയും പുള്ളും കളിച്ചത്, രാജുവാടി കളിച്ചത്, മാങ്ങ പെറുക്കാൻ പോയത്, കുളത്തിൽ ചാടി കളിച്ചത്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ എല്ലാം പറയണമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടല്ലേ. തൃശ്ശൂർ പൂരത്തിന് വേണമെങ്കിൽ പറയാം. തൃശ്ശൂർ പൂരത്തിന് പോകണം, തൃശ്ശൂർ പൂരം കാണണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുന്ന് തൃശ്ശൂർ പൂരത്തിന് ഒരാഴ്ച മുമ്പേ ഒരു 5-8 ആൾ പോവും, വലിയ ആൾക്കാർ. എന്തിനു പോണവർ? ഷീട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ആദ്യം കൂടിയിട്ട് തന്നെ ഞാൻ പറഞ്ഞു വെച്ചു, ഞാനും ഉണ്ട് തൃശ്ശൂർ പൂരം കാണാൻ, എന്നെയും കൂടിയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിന് കാശൊക്കെ അമ്മോടെ വാങ്ങിയിട്ട് കയ്യിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം വന്നപ്പോൾ എന്താ ചെയ്തു അറിയോ? ഇവരെ എന്നോട് മിണ്ടാതെ കണ്ടുപോയി. പിന്നെ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ കൂട്ടർ എന്നോട് പറയാതെ പോയി. അതെനിക്ക് വല്ലാത്തൊരു വിഷമമായി. ഞാനിവിടുന്ന് പോയിട്ട് ഒറ്റപ്പാലത്താകുന്ന ഒരു ഹോട്ടലുണ്ട്, ഭാരത് കൈഫ് പറഞ്ഞിട്ട്. ആ ഭാരത് കൈഫിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് വേങ്ങശ്ശേരിക്കാരൻ ഒരാൾ കാറും കൊണ്ട് വരുന്നു. ഒറ്റപ്പാലം തൃശ്ശൂർ പൂരത്തിന് പോവുകയാണ് അവർ. അപ്പോൾ എനിക്കൊരു ചെറുതായിട്ടൊരു പരിചയമുള്ളൂ അവർ. അപ്പോൾ എന്താ കുട്ടി ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ അങ്ങനെ പൂരം കാണാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടതാണ്, എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ കൂട്ടർ എന്നെ കൊണ്ടുപോകാണ്ട് പോയി പറഞ്ഞു. എന്നാൽ കുട്ടി ഇതിൽ കയറിക്കോളൂ പറഞ്ഞു. അങ്ങനെ ആ കാറിൽ കയറി തൃശ്ശൂർ പൂരം കണ്ടു. വെളിച്ചാകുമ്പോൾ ആ കാറിൽ തന്നെ ഇങ്ങോട്ട് പോരും ചെയ്തു. അതാണ് ഒരു പ്രത്യേക ഒരു സംഭവം. ഈ സ്കൂൾ ജീവിതം ഒരു കുഴപ്പമുണ്ടാകുന്നില്ല, സുഖമായിട്ടുള്ള ജീവിതമായിരുന്നു. ഒരു മുഷിപ്പോ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല. പക്ഷേ വീട്ടിലത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഒരു ഇസ്തിരിട്ടുള്ള ഷർട്ട് ഇടാനോ ഒരു ചെരുപ്പിടാനോ അല്ലെങ്കിൽ ഒരു എക്സ്കർഷന് പോകാനോ അതിനൊന്നും പറ്റാത്തൊരു ചുറ്റുപാടായിരുന്നു. വെച്ചാൽ അച്ഛൻ പിന്നാക്കുന്ന എപ്പോഴെങ്കിലല്ലേ വലുത് അയക്കൂ. അത് ഈ 16 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമല്ലേ. അപ്പോൾ അങ്ങനെ ചില്ലറ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒന്നും കണ്ടമാനം ചെലവ് ചെയ്യാനോ അതിനൊന്നും പറ്റിയിട്ടില്ല. അതാണ് പ്രത്യേക ഒരു കാര്യം. എല്ലാം അമ്മയുടെ
വീട്ടിലെ അമ്മാവന്മാരുടെയും അമ്മയുടെയും കസ്റ്റഡിയിൽ ജീവിച്ചു. അമ്മയാണ് ഏറ്റവും പറയാൻ പ്രധാനപ്പെട്ട ഒരാൾ. എനിക്ക് കണക്ക് ഇഷ്ടമായിരുന്നു. ഏറ്റവും പേടിയുള്ള വിഷയം ഇംഗ്ലീഷായിരുന്നു. എന്തുകൊണ്ട് ഇഷ്ടമില്ലാണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ABCD പഠിച്ചത് തന്നെ 6ാം ക്ലാസ്സിൽ വന്നിട്ടാണ്. അതുവരെയ്ക്ക് ABCD പഠിച്ചിട്ടില്ല. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ 1ാം ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കുമല്ലോ. ഈ ഇംഗ്ലീഷിൻ്റെ അക്ഷരങ്ങൾ പഠിച്ചത് തന്നെ അന്ന് 6ാം ക്ലാസ്സിൽ നിന്നാണ്. അപ്പോൾ അതിന് ബേസിക് ഇല്ലല്ലോ. അപ്പോൾ അന്ന് പഠിപ്പിക്കുന്ന കൂട്ടരും അതിനെ പറ്റിയിട്ട് ശ്രദ്ധ വെച്ചിട്ടില്ല. അവരെ കുറ്റം പറയുകയല്ല, അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കണം. എല്ലാവർക്കും എന്ന് പറയാൻ പറ്റില്ല. അന്ന് എന്നേക്കാൾ അത് ഫാമിലിയുടെ ഒരു ധനസ്ഥിതി അനുസരിച്ചിട്ടും അവരുടെ ചുറ്റുപാട് അനുസരിച്ചിട്ടും അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. എനിക്കൊട്ടും അതിനുള്ള സൗകര്യമില്ല. വൈകുന്നേരം വിളക്കും കൂടി ഉണ്ടാവില്ല. നമ്മൾ ചിമ്മിനി വിളക്ക് കത്തിച്ച് വയ്ക്കണം. അവർക്കൊക്കെ അന്നത്തെ കാലത്തെ ഗ്ലാസ് വിളക്കും അതും ഇതൊക്കെ ഉണ്ടാവും എല്ലാവർക്കും. നമുക്ക് വെറും ചിമ്മിനി വിളക്കോ പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു കമ്പരാന്തരം മേടിച്ചു തന്നു. അങ്ങനെയൊക്കെയാണ് ജീവിതം. അതൊക്കെ പറയാച്ചപ്പോൾ ഒരുപാട് പറയാനുണ്ട്. അത് പഠിക്കുന്ന കാലത്ത് സ്കൂൾ ജീവിതത്തിൽ സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള ചങ്ങാതിമാരാണ് അവരെ. അല്ലാണ്ട് ഇവിടെ ഈ 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ് ആ വക കാലങ്ങളിലത്തെ ഫ്രണ്ട്ഷിപ്പും അവിടുന്ന് അങ്ങോട്ടുള്ള ഫ്രണ്ട്ഷിപ്പും വ്യത്യാസമുണ്ട്. കുറച്ച് മുതിർന്ന കൂട്ടരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ കാര്യമായിട്ട് എടുക്കുക. അന്ന് കുറച്ച് പേരുണ്ടായിരുന്നു. എന്താ പറയുക, ഞാൻ കടമ്പത്ത് പഠിക്കുന്ന കൂട്ടത്തിൽ വലിയ കൂട്ടർ, അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. ശിവരാം മാഷ്, ഗോവിന്ദൻകുട്ടി മാഷ്, കുഞ്ഞിരാം മാഷ്, ഇന്നമാതിരി ഗോപി, അങ്ങനെ കുറേ ആളുണ്ട്. അണ്ടി പറക്കാൻ പോകലും കക്കലും പോക്കറ്റിലിടലും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നമാതിരി പല കാര്യങ്ങളും കുട്ടിക്കാലത്ത്. അല്ലാണ്ട് ഹൈസ്കൂൾ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പന്ത് കളിക്കാൻ പോയിരുന്നു ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴല്ലേ? അതെ, പന്ത് അത് വരുന്ന സമയത്ത് നമ്മളൊരു ഹോബിയായിട്ട് കളിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ ഹാഫ് ഇയർലി പരീക്ഷയുടെ ഉച്ചാവുന്നവരെ പരീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. പരീക്ഷ കഴിഞ്ഞ് വരുന്ന സമയത്ത് എല്ലാവരും കൂടിയിട്ട് ഒന്ന് പന്ത് കളിച്ചതാണ്. അപ്പോൾ പറ്റിയ അബദ്ധമാണ്. പന്ത് കളിക്കാനൊന്നും ഞങ്ങൾക്ക് സമയം കിട്ടില്ല. കടമ്പഴിപ്പുറത്തുനിന്ന് ചെറുമുണ്ടശ്ശേരി വരണമെന്നുണ്ടെങ്കിൽ എത്ര നേരം നടക്കണം? 2.5 മണിക്കൂർ 3 മണിക്കൂർ നടക്കണം. വൈകുന്നേരം 4 മണിക്ക് അവിടെ നിന്ന് സ്കൂൾ വിട്ടാൽ ഇവിടെ വരയ്ക്ക് നമ്മൾക്ക് 6-6:30 ആവും. പിന്നെ എവിടെ പന്ത് കളിക്കാൻ സമയം? ഇന്നമാതിരി ഇവിടുന്ന് പോകുമ്പോഴും അങ്ങനെ തന്നെ നടന്നു പോണേ. അന്ന് വണ്ടിയും ഒന്നുമില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തും 6ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തും ഞങ്ങൾക്ക് അന്നുള്ള ഹോബികൾക്ക് വ്യത്യാസമുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഓണം, വിഷു, തിരുവാതിരയ്ക്ക് അടുത്തുള്ള ഫ്രണ്ട്സ് ഉണ്ടല്ലോ, മാഷന്മാരെ, കുഞ്ഞിരാം മാഷ്, മാധവ മാഷ്, ശിവരാം മാഷ്, ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ട് ഷീട്ട് കളിക്കും. 4-5 ദിവസം ഉത്രാടം തിരുവോണം ആയിട്ട് ഒരു വീട്ടിൽ എല്ലാവരും കൂടിയിട്ട്. അത് ഓണത്തിന് നേരത്തെ ഊണ് കഴിഞ്ഞിട്ട് പോയിട്ട് എല്ലാവരും കൂടിയിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പറമ്പിലേക്ക് ഈ കുട്ടികളുടെ കളി കാണാൻ വേണ്ടിയിട്ട്. അന്ന് പലതരത്തിലുള്ള കളിയാണ്. പന്ത് കളി, കാരകളി പറഞ്ഞ അപ്പോഴത്തെ ക്രിക്കറ്റ് അല്ല, കാരകളി പറഞ്ഞ ഹോക്കി. അന്ന് അതൊക്കെ ആയിരുന്നു. ഇന്നമാതിരി പെണ്ണുങ്ങളെ കാണിച്ച കൈകൊട്ടിക്കളി. എല്ലാവരും കൂടിയിട്ട് പിന്നെ കൈകൊട്ടിക്കളി കാണാൻ പോവും. എന്നമാതിരി തുമ്പിതുള്ളൽ കാണാൻ പോവും. അന്നുണ്ടല്ലോ ഇവരുടെ രാജ്യം വഴി. അങ്ങനെ എല്ലാ സ്ത്രീകളും അന്ന് കുട്ടികളെല്ലാവരും കൂടിയിട്ട് ആട്ടക്കളെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു കളിയാണ്. പ്രത്യേക ഒരു കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് മുതിർന്നതിൻ്റെ ശേഷമാണ്. സ്കൂൾ കഴിഞ്ഞിട്ടല്ല. സ്കൂൾ കഴിഞ്ഞിട്ട് ആട്ടക്കളത്തിന് ആരെങ്കിലും പോവുമോ? ഇതൊക്കെ ഈ സ്കൂൾ പഠിക്കുന്നതിൻ്റെ ഇടയിലാണ്. ആട്ടക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണത്തിന് ആട്ടക്കള നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ആളുണ്ട് വിചാരിച്ചോ. അതിനെ 10 ആൾ കൂടിയിട്ട് നിൽക്കും. ആ 10 ആളിൽ നിന്ന് ഓരോരുത്തരെ ഒരാൾക്ക് ഇപ്പം എൻ്റെ ജോഡി അവനെ നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സെറ്റ്, എൻ്റെ ജോഡി എൻ്റെ വേറൊരു സെറ്റ്, അങ്ങനെ 10 ആളുണ്ടാവും. ഇവർക്ക് ആർക്കും കൂടിയിട്ട് ഒരു സർക്കിൾ വരഞ്ഞിട്ട് അതിൽ നിൽക്കും ഈ 10 ആൾ. ഈ 10 ആളെ ആ സർക്കിളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പിടിച്ചു കൊണ്ടിരണം.
അത് ഓരോരുത്തരെ ആണെങ്കിലും ശരി, 2 ആളെ പെറ്റുകൊണ്ടാലും ശരി, അത് ഈ 10 ആൾ കൂടിയിട്ട് ഈ 10 ആളെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അതിൽ നല്ല അടി കിട്ടും. അത് പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മുതു പൊളിയും, ചെകിട്ടത്തടിക്കും, കണ്ണിലടിക്കും. അതിന് ദയാദാക്ഷിണ്യമൊന്നുമില്ല. നീ പോയിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെകിട്ടത്തടിക്കും. അതിനാണ് ആട്ടക്കളം പറയുക. അപ്പോൾ അതിന് ഞങ്ങൾ പല വിളവും ചെയ്യാമെന്ന് ചെന്നിട്ട് ചാടിയിട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ കാലിൻ്റെ മുട്ടും കൊണ്ട് ഉയർത്തിയിട്ട് അവിടെ ചാടും. അപ്പോൾ ഈ കാലിൻ്റെ മുട്ട അവൾ നിൽക്കുന്നവൻ്റെ മാറത്ത് കൊല്ലും. അപ്പോൾ അവൻ നമ്മളെ തല്ലില്ലല്ലോ. അപ്പോൾ അവനെ പിടിച്ചിട്ട് പുറത്തേക്കാക്കും. ഇങ്ങനെ പല ആളുകളുണ്ട്. അടി കൊണ്ടിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. കൊള്ളാണ്ടിരിക്കില്ലല്ലോ. ഓണം കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും മുഖത്ത് യുവാവ് എന്നുള്ള നിലയ്ക്ക് പലതരത്തിലുള്ള പ്രതീക്ഷകളുണ്ടായിരുന്നു. ഒന്നാമതായിട്ടൊരു ജോലി സമ്പാദിക്കുക, ജീവിക്കാനൊരു മാർഗം കണ്ടതിന് ശേഷം ഒരു കല്യാണം കഴിക്കുക. അതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം ഉണ്ടായിരുന്നത്. ഒന്നാമത് ജോലി സമ്പാദിക്കുക, ജീവിക്കാനൊരു വഴി കണ്ടാൽ പിന്നെ കല്യാണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട്. ഒരു ജോലി ഇന്ന ജോലിയൊന്നുമില്ല, പക്ഷേ മിലിറ്ററിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ റെയിൽവേയിലോ പോസ്റ്റിലോ ഏതെങ്കിലും ഒരു ജോലി ശ്രമിച്ചു. മിലിറ്ററിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ കിട്ടിയില്ല. തടസ്സങ്ങൾ ആരോഗ്യ പ്രശ്നം. അന്ന് തന്നെ പൈൽസ് കംപ്ലൈൻറ്റ് ഉണ്ടാകുന്ന ഒരു മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. അന്ന് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാം ഫിറ്റായി. ഓട്ടം ചാട്ടം പിന്നെ ഹൈറ്റ് വെയിറ്റ് ഇതിലെല്ലാം ഓക്കെ. പക്ഷേ മെഡിക്കലിൽ ഈ പൈൽസ് ചെക്കിങ് ഉണ്ട്. അത് ആ കാലത്ത് തന്നെ അത് എത്ര കൊല്ലങ്ങൾക്ക് ശേഷം വരും എന്നുള്ള മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ഒരു പരീക്ഷണമാണ്. അത് ആ മെഡിക്കൽ ഓഫീസർ കണ്ടുപിടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒറ്റപ്പാലത്തുനിന്നാ, അതിനെ കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൈൽസ് ഉണ്ടാവട്ടോ കുട്ടി പറഞ്ഞു. അതുകൊണ്ട് മിലിറ്ററിയിലേക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് മിലിറ്ററിയിൽ ചേരാൻ പറ്റാൻ. പിന്നെ രണ്ടാമത് എയർഫോഴ്സിൽ ചേരാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോയിട്ട് ഇതേമാതിരി എല്ലാ ടെസ്റ്റും കഴിഞ്ഞു. അതിലും തന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ട്. പ്രാക്ടിക്കൽ ടെസ്റ്റിൽ ഒരുപാട് പിന്നെ മരക്കഷ്ണങ്ങൾ തരും. മരക്കഷ്ണങ്ങൾ തന്നിട്ട് അവർ പറയും, ഇത് ആഫ്രിക്കയുടെ മാപ്പ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ മാപ്പ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ മാപ്പ് ഉണ്ടാക്കണം. ഇത് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ഇതിൻ്റെ മാപ്പ് ആവും എന്ന് പറയും ആദ്യം. പക്ഷേ നമ്മൾ ഇത്ര മിനിറ്റിൻ്റെ ഉള്ളിൽ അതേ രൂപത്തിലാക്കി വെക്കണം. അതിന് എന്നെ കൊണ്ട് സാധിച്ചില്ല. എങ്ങനെ വെച്ചാലും ശരിയാവില്ല. അപ്പോൾ അതിലും കിട്ടിയില്ല. അങ്ങനെ ആ ആശകളെല്ലാം നിരാശയായി. അതിന് ശേഷം ദേശം വിട്ട് ആ രാജ്യം വിട്ടു, പല ദിക്കിലും അലഞ്ഞു. വെസ്റ്റ് ബംഗാൾ പോയി, റെയിൽവേ കോച്ച് ഫാക്ടറി ഖരഗ്പൂർ പോയിട്ട് അവിടെ നമ്മളറിയുന്ന മലയാളക്കാരുണ്ടായിരുന്നു. കണ്ടുപിടിച്ചു. അവിടെ വളരെ ബുദ്ധിമുട്ടി റെയിൽവേ സ്റ്റേഷനിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഖരഗ്പൂർ വെസ്റ്റ് ബംഗാളിൽ അവിടെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ മലപ്പുറക്കാരൻ ഒരു ചാത്തു പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു. എന്നാൽ അവർ കേളപ്പൻ പറഞ്ഞിട്ട് വേറൊരാളുണ്ടായിരുന്നു. അവരുടെ റൂമിൽ എന്നെ ആക്കി. ഞാൻ കുട്ടിയല്ലേ, എനിക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണമൊക്കെ അവർ മേടിച്ച് തന്ന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. പക്ഷേ അങ്ങനെ എനിക്ക് അവിടെ ആ കോച്ച് ഫാക്ടറിയിൽ പിന്നെ ജോലി ആയില്ല എന്നുമായി. അവിടെ ഒരു മേനോണ്ടായിരുന്നു, ഉദ്യോഗം ഉള്ള വലിയ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് ജോലി എന്തെങ്കിലും എനിക്ക് കിട്ടിയിരുന്നു. അപ്പോഴേക്കാണ് ഇവിടുന്ന് എൻ്റെ അമ്മാവൻ കൃഷി എടുത്തു എന്ന് പറഞ്ഞിട്ട്, ഇവിടെ കൃഷി വാങ്ങി പറഞ്ഞിട്ട്, ഞങ്ങൾക്ക് അന്ന് കൃഷി പറഞ്ഞാൽ വലിയൊരു നിധി കിട്ടിയ മാതിരിയായി. അത്രയും ദരിദ്രത്തിന് കഴിഞ്ഞതല്ലേ. അന്ന് കുറച്ച് കാശ് അമ്മാവപ്പനാകുന്ന അയച്ചിട്ട് ആ കാശ് കൊണ്ട് കൃഷി വാങ്ങിയിട്ട് എപ്പോൾ കൃഷി എടുത്തു അമ്മാവന്മാരൊക്കെ എഴുതി, നമുക്ക് ജോലി ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി നീ ഉടനെ വരണം പറഞ്ഞിട്ട്. എനിക്കും വളരെ സന്തോഷമായി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ സ്വപ്നം കാണാത്തതല്ലേ ഇതൊക്കെ. ആ എഴുത്ത് കിട്ടിയപ്പോൾ ഞാൻ അവിടുന്ന് പുറപ്പെട്ടു പോന്നു. ഇവിടെ വന്നതിൻ്റെ ശേഷം എനിക്ക് കന്നുകൂട്ടാനോ അല്ലെങ്കിൽ പാടത്ത് ചേറിൽ പണിയെടുക്കാനോ എനിക്ക് ബുദ്ധിമുട്ടായി.
പിന്നെയും ഞാൻ രണ്ടാമത് രാജ്യം വിട്ടു. രണ്ടാമത് രാജ്യം വിട്ടിട്ടാണ് വിജയവാഡ പോയിട്ട് ഇവരുടെ ഹോട്ടലിൽ ഞാൻ നിന്നു. 5-6 മാസം നിന്നു. ഇവരുടെ ഹോട്ടലിൽ 5-6 മാസം നിന്നപ്പോൾ അവരുടെ ഹോട്ടലിൻ്റെ പേര് പറയണം. അവരുടെ ഹോട്ടൽ ചന്ദ്രഭവൻ എന്ന് പറയും അവരുടെ ഹോട്ടൽ, കാരകുത്തവരുടെ. അപ്പോൾ ആസ്മാവിടെ ശങ്കരമാവിടെയൊക്കെ ഹോട്ടലായിരുന്നു. അപ്പോൾ അവർ നീ വേറെ എവിടേക്കും പോകണ്ട, ചീരാലയിൽ ഒരു ബ്രാഞ്ച് തുറക്കണ്ടേ, അപ്പോൾ നോക്കാം അവിടേക്ക് പോവാം, അവിടെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അവർ. അപ്പോൾ അവിടെ ഞാൻ 5-6 മാസം നിന്നു ഇവിടെ ആന്ധ്രയിൽ. അതിൻ്റെ മുമ്പ് ഈ 5-6 മാസക്കാലം ഞാൻ ആന്ധ്രയിൽ 2 സ്ഥലത്ത് ജോലി ചെയ്തു. ഗവർണർപേട്ട, ഗാന്ധി നഗർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കാണ് ചീരാലയിൽ ഹോട്ടൽ തുറന്നിട്ട് അവിടുന്ന് ചീരാലയ്ക്ക് വന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് സ്റ്റാർ മാറി. അന്ന് അവിടെ എനിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്ത കുറച്ച് തെലുങ്കരുണ്ട്. അവരുടെ പേര് ഇപ്പം കോട്ടയക്കാരും കോട്ടയ വങ്കര കോട്ടയ പറഞ്ഞിട്ട് ഞങ്ങൾ വിജയവാഡയിൽ നിന്ന് ചീരാലയ്ക്ക് പോകാൻ തന്നെ കാരണം അദ്ദേഹമാണ്. അദ്ദേഹത്തിന് വലിയ പുകല കൃഷിയാണ്, പുകല ഞാറ് കൃഷി, പുകല കൃഷിയാണ്, വലിയ കൃഷിയാണ്. അപ്പോൾ അദ്ദേഹമാണ് അവിടെ വാസുദേവ് വിലാസ് വയ്ക്കാനും എനിക്ക് കട തരാനും ഏറ്റവും ഉത്സാഹിച്ചത് അദ്ദേഹമാണ്. പിന്നെ എൻ്റെ സുബ്ബറാവ് എന്ന് പറഞ്ഞ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു. കട വയ്ക്കുന്ന സമയത്ത് 100 ഉറുപ്പ്യ തന്നു. അന്ന് 100 ഉറുപ്പ്യ. അന്ന് 100 ഉറുപ്പ്യ പറഞ്ഞാൽ ഇന്ന് എത്ര അറിയോ? അന്നത്തെ 100 ഉറുപ്പ്യ അത്രയില്ലെങ്കിലും അത്രയും വിലപിടിച്ചതാണ്. അങ്ങനെ അവിടെ കട സ്റ്റാർട്ട് ചെയ്തു. വേണ്ട സാധനങ്ങളൊക്കെ വാസുമാമ വിജയവാഡയിൽ നിന്ന് കൊണ്ടുവന്ന് തന്നു. അങ്ങനെ അവിടെ കൂടി. അല്ല അതൊക്കെ നമ്മുടെ ആൾക്കാരൻ്റെ. ബാക്കി കുറേ ആളുണ്ടായിരുന്നു. പാലയിലേക്ക് കൃഷ്ണൻകുട്ടി എന്നമാതിരി, വേങ്ങശ്ശേരി കൃഷ്ണൻകുട്ടി എന്നമാതിരി, മേലുക്കാർ ചിലവർ ഉണ്ടായിരുന്നു. എന്നമാതിരി കുറേ ആളുണ്ടായിരുന്നു. നമ്മുടെ അടുത്തുള്ള കൂട്ടർ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വലിയ ആളായി. ഞാനേ ഹോട്ടലിൽ കുറച്ച് കാലം നിന്നു, 2 കൊല്ലം 3 കൊല്ലം. അവിടെ പിന്നെ എല്ലാവരുമായിട്ട് പരിചയമായി. പിന്നെ അവിടെ അക്കൗണ്ട് എഴുതൽ ഞാനായി. ലേബർ പുസ്തകം മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. അതൊക്കെ പിന്നെ ഞാൻ ചെയ്യും. എനിക്കെന്തെങ്കിലും കുറച്ചധികം കാഴ്ച തരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കടയ്ക്കുള്ള ഏർപ്പാട് ചെയ്തത്. പിന്നെ കട വെച്ചു. കല്യാണം തീരുമാനിച്ചത് ഞാൻ തീരുമാനിച്ചിട്ടില്ല, എൻ്റെ അച്ഛനാണ് തീരുമാനിച്ചത്. എനിക്ക് 28 വയസ്സായപ്പോൾ അമ്മ സ്വൈരം കിടത്താൻ തുടങ്ങി. അപ്പോൾ അമ്മയുടെ ഉദ്ദേശം, അമ്മയുടെ അമ്മാവന്മാരുണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിൽ. ഞാൻ പറഞ്ഞില്ലേ അമ്മാവന്മാരുടെ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക തന്നെ ചെയ്യും. പക്ഷേ എൻ്റെ അച്ഛന് അത് താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛന് താല്പര്യം ഉണ്ടാവാണ്ടിരിക്കുള്ള കാരണം എന്താ അറിയോ? ഈ കാരക്കുത്തെ വാസുമാമയും ശങ്കരമാമയും കാരനാണ് എനിക്കൊരു വഴി അവിടെ ഉണ്ടായത്. ആ കട കിട്ടാനും ഞാൻ ചീരാലയിലേക്ക് പോകാനും അവിടെ എനിക്കൊരു ബേസിക് ഉണ്ടായത് അവർ കാരണമാണ്. അപ്പോൾ എന്നെ കൊണ്ട് വല്ല ഉപകാരം ഉണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിന് ചെയ്യണം എന്നുള്ള കാഴ്ചപ്പാടുകാരനായിരുന്നു എൻ്റെ അച്ഛൻ. അതുകൊണ്ട് നീ വേറെ എവിടെയും ചെയ്യരുത്, എന്നെ കൊണ്ട് വല്ല സഹായവും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യണം. അതുകൊണ്ടാണ് അച്ഛൻ എൻ്റെ സമ്മതം കൂടി നോക്കാതെ അമ്മമ്മയുടെ ജാതകം നോക്കി, എൻ്റെ സമ്മതം നോക്കിയിട്ടില്ല. അപ്പം അങ്ങനെയാണ് കല്യാണം നടന്നിട്ട് 61 കൊല്ലമായി. ഇവിടെയുണ്ട് വെഡ്ഡിങ് കാർഡ് ഉണ്ട്, അച്ഛനുണ്ട്. ഈ കണ്ടുണ്ടോ? അല്ല നിരഞ്ജനോട് ചോദിക്കുക. ഇത്ര പോന്നോ? അന്നത്തെ കല്യാണ ദിവസം ആരുമില്ല എന്നെ സഹായിക്കാൻ, ഞാൻ മാത്രം എല്ലാറ്റിനും. മറ്റൊന്ന് ഏട്ടനാണ്, നമ്മുടെ ഏട്ടത്തിൻ്റെ മകൻ. അവർ എന്നെക്കാളും മുതിർന്ന ആളാണ്. പിന്നെ കുടുംബത്തിലെ അവരൊക്കെ അമ്മാവന്മാരാണ്. എന്നെ സഹായിക്കാൻ ചുരുക്കം ചില ഫ്രണ്ട്സുകളുണ്ടായിരുന്നു. അവരും തന്നെ അങ്ങനെ അടുത്ത് വന്ന് പോകുന്നില്ല. എല്ലാ കാര്യത്തിനും ഞാൻ തന്നെയായിരുന്നു. കല്യാണം ക്ഷണിക്കാനും കല്യാണത്തിൻ്റെ ഏർപ്പാടും എല്ലാം. പിന്നെ അവസാനം കല്യാണം പുറപ്പെട്ടു പോരുമ്പോൾ തല ചീന്താൻ മറന്നു.
മനസ്സിലായോ? പകുതി വഴിക്ക് പടി കയറിയിട്ട് പകുതി വഴിക്ക് എത്തിയപ്പോഴാണ് എൻ്റെ ഒരു ചങ്ങാതി, എന്താ നീ തലന്നും കൂടിയും ചീത്തി കൂടെ ചോദിച്ചു. അങ്ങനെ തന്നെ നല്ല ബന്ധമായിരുന്നു അച്ഛനായിട്ട്, നല്ല ബന്ധമായിരുന്നു. അപ്പോൾ പക്ഷേ അമ്മയോടുള്ള സ്നേഹം അത്ര ഉണ്ടായിരുന്നില്ല. കാരണം കുട്ടിക്കാലത്തെ സ്നേഹം മുഴുവനെ അമ്മയ്ക്ക് കൊടുത്തല്ലോ. അപ്പോൾ ആ കുട്ടിക്കാലത്തെ സ്നേഹം ഒന്ന് വലുതാണ്. അല്ലാണ്ട് അച്ഛനോട് അങ്ങനെ അടുത്ത് പെരുമാറാൻ പറ്റിയില്ല എനിക്ക്. 16 വയസ്സായ ഒരു കുട്ടിയെ അച്ഛനോട് എത്ര അടുത്ത് പെരുമാറും? ചെറിയ വയസ്സിൽ പെരുമാറിയമാതിരി പെരുമാറാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതെ, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമല്ല. ഒരു പ്രശ്നവുമില്ല, എന്നുമില്ല, എപ്പോഴും ഇല്ല. അച്ഛൻ ഉപദേശിക്കല്ലാണ്ട് ഒരു ചീത്ത പറയുക കാര്യങ്ങളില്ല. നല്ല ദീർഘസൂത്രജ്ഞനായിരുന്നു അച്ഛൻ, നല്ല ബുദ്ധിയുള്ള ആളായിരുന്നു. വരുന്ന കാര്യങ്ങൾ ഒക്കെ മുൻകൂട്ടി കാണും. അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛൻ പറയുമോ, എന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കാരക്കുത്തവർക്ക് ചെയ്യണമെന്ന് പറയുമോ? വേറെ വല്ലവരാണ് അച്ഛൻ. പിന്നെ ഈ അച്ഛന് ഈ ഇംഗ്ലീഷുകാരായിട്ടുള്ള പഴക്കമാണല്ലോ, എല്ലാം കുറേ ആ പരിഷ്കാരമാണ്. രാജ്യത്ത് താമസിപ്പിക്കലും കൂടി കുറേ കാലം അതേ പോളിസിയാണ്. എല്ലാവരും കൂടി ഇരിക്കണം, എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കണം, എല്ലാവരും കൂടി കള്ളുകുടിക്കണം. കള്ളുകുടിക്കുമ്പോൾ എന്നെ വിളിക്കും. ആദ്യ കാലത്ത് രാജ്യത്ത് വന്ന കാലത്ത് ഞാൻ പോലും എനിക്ക് തിന്നാനെന്തെങ്കിലും തന്നാൽ മതി അച്ഛാ പറയും. എടാ അതൊന്നും സാറില്ല, അതപ്പം തന്നെ മറന്നാൽ മതി പറയും. അങ്ങനെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവർ ഫാമിലിയോട് കൂടെ അങ്ങനെയൊക്കെ. കള്ളു കുടിക്കണ്ടെന്ന് തോന്നാൻ കാരണം അന്ന് എനിക്ക് ഇഷ്ടമല്ല, അതിൻ്റെ ചൂരും ഒന്നും എനിക്കിഷ്ടമല്ല. അങ്ങനെ അച്ഛൻ അത് പിന്നെ ആദ്യം വന്നയുടെ 10 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം കൂടും അച്ഛൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട്. അച്ഛന് ചില ഫ്രണ്ട്സുകളുണ്ട് നാട്ടിൽ, അവരൊക്കെ ആയിട്ട് കൂടും. പിന്നെ 1 മാസത്തിലായി, പിന്നെ 6 മാസത്തിലായി, പിന്നെ അതിന് പറ്റാണ്ടേ കാശുണ്ട്. അമ്മയ്ക്ക് അച്ഛൻ എന്ത് ചെയ്താലും അപ്പറിയാൻ പറയില്ല. ഞാൻ അച്ഛൻ അങ്ങനെ കള്ളു കുടിക്കില്ലേ, എങ്ങനെ എപ്പോഴെങ്കിലും ഒരു കൂടുതൽ അത് ഒറ്റയ്ക്ക് കഴിക്കില്ല. നാലാൾ അവർ ഫ്രണ്ട്സ് ഉണ്ട്, ചില തന്തോൾ അവരെ കൂട്ടിയിട്ട് അച്ഛന് ചില ഫ്രണ്ടുകളുണ്ട്. അതിന് ചില കാരണങ്ങൾ പറയും. അച്ഛൻ പെനാങ്കിലേക്ക് പോകുന്ന സമയത്ത് കാശില്ലാണ്ട് അന്ന് കപ്പലാണല്ലോ, പ്ലെയിനിലല്ല, കപ്പക്കൂലിക്ക് കാശില്ലാണ്ട് ചെറുമുണ്ടശ്ശേരി പലരോടും കടം ചോദിച്ചിട്ട് കാശ് കൊടുത്തില്ല. അതിലൊരാൾ കാശ് കൊടുത്ത ആളുടെ പേര് പറയും. അപ്പോൾ എത്ര കാശ് വേണ്ടേ എന്ന് ചോദിച്ചിട്ട് ആത്രായിലേ പറയും, ഒരു ശങ്കരൻ നായർ. അപ്പോൾ മൂപ്പര് വലിയ ഫ്രണ്ടാണ്, അപ്പോൾ മറക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കൂട്ടരൊക്കെ കൂട്ടിന് പിന്നെ പോയിട്ട് പാക്കം മറന്നു. പിന്നെ കിടിയില്ല കാശ് വേണ്ടേ. കൃഷിപ്പണി അച്ഛനെ താഴെയുള്ളൂ. ഭയങ്കരമായിട്ട് നല്ല നെല്ലുണ്ടാക്കും. പിന്നെ ഇവിടുന്ന് മറ്റും ഈ മലബാർക്കാവിൻ്റെ ഇവിടുന്ന് മറ്റും അച്ഛൻ തോല് വെട്ടിയിട്ട് വണ്ടിയിലാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. അതിന് വാക്കുകളില്ല, അത്രയും അമ്മയും ഞാനും ഒന്നെ, അതിന് വേറെ വാക്കുകളില്ല. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അത്രയും സ്നേഹമായിരുന്നു. നമ്മുടെ സ്വഭാവം തന്നെ അത്രയും നല്ല സ്വഭാവമായിരുന്നു. എനിക്ക് അപ്രിയമായിട്ട് ഒരു കാര്യം പറയുകയോ ഒന്നും ചെയ്യില്ല. ഞാൻ ചോദിക്കും പറയൂല്ല, അമ്മ എന്താ വേണ്ട വെച്ചാൽ ചെയ്യും. ഓണപ്പടയൊക്കെ മേടിക്കാൻ വെച്ചാൽ 3 കൊല്ലം മുമ്പുള്ളത് കൂടി ഉണ്ടാവും എൻ്റെ പെട്ടിയിൽ. അമ്മ അങ്ങനെ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി. അന്നൊക്കെ ഹൈസ്കൂൾ പഠിക്കരുതുണ്ടെങ്കിൽ 6,400 ഉറുപ്പ്യ വേണം മാസം ഫീസ്. കടമ്പപ്പുറത്ത് പഠിക്കുമ്പോൾ അതൊക്കെ അമ്മ ഉണ്ടാക്കി തീർക്കുക, അച്ഛൻ്റെ കാശ് വരുന്നതിൻ്റെ മുമ്പേ. അതേ നിൽക്കേണ്ട അമ്മ ഏതൊരു കാര്യത്തിനും എൻ്റെ കാര്യത്തിന് പിന്നാക്കം വെച്ചിട്ടില്ല. ഒരു കാര്യത്തിനും തന്നെ ഒരു കാര്യം അപ്രിയമായിട്ട് പറഞ്ഞിട്ടുമില്ല. ഞാൻ ഒരു കാര്യം അമ്മയുടെ ബുദ്ധിമുട്ട് അറിയും, അപ്പോൾ ഞാനൊന്നിട്ട് ചോദിക്കൂല. അപ്പോൾ അമ്മ അങ്ങനെ ഒരു നല്ല സ്വഭാവമായിരുന്നു. ഒരു ചീത്തയും പറഞ്ഞില്ല, ജീവൻ പോകുന്ന കാര്യം ഒരു ചീത്തയും ഒരു ഇതാണ്. അച്ഛനെ ഞാൻ എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ എന്നെ ചീത്ത പറയും. അച്ഛനെ ഒന്നും പറയാൻ പാടില്ല പറയും, അതിഷ്ടമല്ല. അച്ഛൻ എന്ത് തെറ്റ് ചെയ്താലും എന്ത് ചെയ്താലും അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഞാൻ എന്തെങ്കിലും പറയുന്നത് ഇഷ്ടമല്ല.
ധാരാളം ഉണ്ടായിരുന്നു. അമ്മ അറിയാതെ കണ്ട ഞാൻ പോയി. അമ്മോട് ഒരു 3 മാസം 4 മാസം മുമ്പ് തന്നെ പറയാൻ തുടങ്ങി ഞാൻ അങ്ങനെ പോവുകയാണ്. നാട് വിട്ടു പോകാൻ ചെറിയൊരു കാരണമുണ്ടായി. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രി നിൽക്കുന്നില്ലേ, അത് അച്ഛൻ്റെ സ്ഥലമായിരുന്നു, അറിയോ? അതിൽ മോഡൽ വതയ്ക്കും. മോഡൽ എന്ന് പറഞ്ഞാൽ നെല്ലിനെ പോലെ. അത് രാത്രി കാവലക്ക് പോവും. ഒരു പ്രാവശ്യം കാവലക്ക് പോകാൻ വേണ്ടിയിട്ട് അന്ന് 3 കട്ടയുള്ള വലിയ ടോർച്ച്. അപ്പോൾ അച്ഛനോട് വെക്കാൻ അതിൽ ബാറ്ററി ഇല്ല പറഞ്ഞപ്പോൾ അച്ഛൻ എടുത്ത് വായിക്കാൻ എന്ത് പറഞ്ഞു, ഇനിയൊക്കെ അവനോ സംഭവിച്ചിട്ട് ഉണ്ടാക്കുക, എന്നെയും കൊണ്ടും വയ്യ ഇനി ബാറ്ററി ഒന്നും മേടിച്ച് തരാൻ, ഒരു വെറും വാക്ക് പറഞ്ഞു. അത് മനസ്സിൽ തട്ടി പറയലല്ല, പക്ഷേ എനിക്കത് വല്ലാണ്ട് വിഷമായി. അന്ന് തീർച്ചയായും ഞാൻ രാജ്യം വിടണം എന്നുള്ളത്. പിന്നെ നമ്മുടെ പിന്നാലെ നടക്കാൻ തുടങ്ങി. ഞാൻ പോവുകയാണ്, വയസ്സായില്ല, ഇനി എന്തെങ്കിലും നോക്കാൻ ഞാൻ പറ്റില്ല പറഞ്ഞിട്ട് അമ്മ പോകാൻ പാടില്ല പറയും. ജീവൻ പോവാച്ചാൽ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ തടസ്സാക്കുകയുള്ളൂ. അങ്ങനെ അവസാനം ഞാൻ ഒരു വിധം സമ്മതം. എന്നിട്ട് തന്നെ പോകുന്നതിൻ്റെ തലേ ദിവസം സഞ്ചിയും ഇതൊക്കെ വേറെ എത്തിയിൽ കൊണ്ടുവച്ചാൽ അമ്മ അറിയാതെ കൊണ്ട് പോവുകയത്. അങ്ങനെയായിരുന്നു അമ്മയുടെ. അച്ഛമ്മ വന്നതിൻ്റെ ശേഷം കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. എല്ലാ അച്ഛമ്മയെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഒന്നിനും പറ്റാത്ത കാര്യശേഷി കമ്മിയായിട്ടുള്ള ഒരച്ഛമ്മ. എല്ലാ സ്ത്രീകളെപ്പോലും അതേപോലെ കാര്യം കൊണ്ട് നടത്താനുള്ള ശേഷി കമ്മിയാണ്. മനസ്സിലായോ? ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ അതിന് ഓക്കെ പറയാമെന്നല്ലാണ്ട് സ്വാർത്ഥം തീരെയില്ലാത്തൊരു സ്ത്രീയാണ് ഞാൻ, പറയാമെന്ന് മാത്രം. സ്വാർത്ഥം എന്ന് പറയുന്നത് തീരെയില്ല, 1% കൂടിയില്ല. അതിന് പല ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ചീരാലയിലാകുമ്പോൾ എൻ്റെ ഫ്രണ്ടില്ലേ സുബ്ബറാവ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ കെട്ടിയിരുന്ന ഒഡിയാണം പറയും സ്വർണത്തിൻ്റെ, അതെനിക്ക് തരാ പറഞ്ഞു. അന്ന് 300 റുപ്യയാണ് പവന്. കൃഷ്ണ നീ കൊണ്ടുപോയിക്കോ, എനിക്ക് പിന്നെ കാശ് തന്നാൽ മതി പറയും. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മമ്മോട് പറഞ്ഞു, അച്ഛമ്മോട് പറഞ്ഞു, അതൊക്കെ എന്തിനാ നമുക്ക് വെറുതെ കാശ് ചെലവാക്കണം, എന്തിനാ വെച്ചു. വേറെ വല്ല സ്ത്രീകളാണെന്ന് വെച്ചാൽ മേടിച്ചിട്ടെടുത്ത് വയ്ക്കില്ല, എന്നിട്ട് കാശ് കൊടുക്കാൻ പറയില്ല. അല്ല, ഒരു ഉദാഹരണം പറയാം. അങ്ങനെ ഒരു കാര്യത്തിനും തന്നെ കാശുണ്ടാക്കണമെന്നോ കുറേ ആഭരണങ്ങൾ കെട്ടണമെന്നോ കുറേ വസ്ത്രങ്ങൾ മേടിക്കണമെന്നോ ഒന്നിലൊരു താല്പര്യമില്ല. താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഒന്നിലും തന്നെ എന്നെ ബുദ്ധിമുട്ടിച്ചില്ല. ഞാൻ എന്താ കൊണ്ടു കൊടുത്ത് അതുകൊണ്ട് തൃപ്തിപ്പെടും. അല്ലാണ്ട് എനിക്ക് അത് വേണം ഇത് വേണം ഇന്നത്തെ ഈ ജീവിതം ഇന്നത്തെ വരെ ഒന്നും പറഞ്ഞിട്ടില്ല, സത്യാത. പക്ഷേ ഞാൻ വെറുതെ വേണ്ടാണ്ടെയും ചീത്ത പറയുകയൊക്കെ ചെയ്യും, പക്ഷെ അതൊന്നും കണക്കപ്പെട്ടതല്ല. പക്ഷെ ഒരു കാര്യവും തന്നെ എനിക്കത് വേണമെന്ന് പറഞ്ഞിട്ടില്ല. നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട്, നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അയ്യോ അതിപ്പോൾ പറയാൻ പറ്റാ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിപ്പോൾ എങ്ങനെ പറയുക, എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. വലുതായപ്പോൾ അധികം ബുദ്ധിമുട്ടുകളുണ്ട്. അവരെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കാശില്ലായും, പിന്നെ അവരുടെ എല്ലാ ഫീസും കാശും, പിന്നെ വസ്ത്രവും ഒക്കെ പാടെ എത്തായ ചീരാലയിലാകുമ്പോൾ ഉടുതുണികൾക്കും ഇതിനൊക്കെ ബുദ്ധിമുട്ടുകൾ നല്ലോണം ഇവിടെയും നടത്തണ്ടേ. എല്ലാം കൂടിയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടുകൾ എങ്ങനെ ദൈവം അതിജീവിപ്പിച്ചു എന്നല്ലാതെ കണ്ട് എൻ്റെ മിടുക്കൊണ്ടൊന്നും അല്ലാതെ എങ്ങനെയൊക്കെയോ തട്ടി തടഞ്ഞിട്ട് പിന്നെ കുറി കൂടിയിട്ടും അത് ചെയ്തിട്ടും ഇത് ചെയ്തിട്ടും പിന്നെ അവിടെ എൻ്റെ ഭാഗത്തിൽ എനിക്ക് വീട് കിട്ടി അവിടെ ചെറുമുണ്ടശ്ശേരി. അത് വിറ്റിട്ട് കുറച്ച് കാശുണ്ടായിരുന്നു. അതും പിന്നെ ചീരാലിൽ 1-2 കുറികളുണ്ടായിരുന്നു. അതൊക്കെ വിളിച്ചിട്ടും ഒക്കെ ആയിട്ടാണ് ഇവിടെ പെരപ്പണിക്കുള്ള ഏർപ്പാടൊക്കെ ചെയ്തത്. അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കലൊക്കെ അതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ അങ്ങോട്ട് വെച്ചിട്ടും ഇങ്ങോട്ട് വെച്ചിട്ടും അങ്ങനെ 2 കൊല്ലത്തിന് അകത്ത് വന്നിരുന്നില്ല, അറിയോ? 2 കൊല്ലത്തിന് ഈ ചീരാലയാണ്. ഇപ്പോൾ ഓരോരുത്തർ ആഴ്ചയ്ക്ക് വരുന്നു. എന്താണ്ട് വരുന്നില്ല. അച്ഛമ്മയ്ക്ക് വലിയൊരു കംപ്ലൈൻറ്റാണ് എൻ്റെ പേരിൽ. അച്ഛനുണ്ടായിട്ട് അച്ഛൻ്റെ ചോറൂണിനും കൂടി എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? എന്തായിട്ട് അവരായിട്ട് സാധാരണ ചെയ്യുന്ന മാതിരി തന്നെയുള്ളൂ. വേണുമാമയ്ക്ക് വയ്യാണ്ടായിട്ട് ചീരാലയിലാകുമ്പോൾ വേണുമാമ അവിടെ ആകുമ്പോൾ അവന് വയ്യാണ്ടായിട്ട് അവിടെ ആയിട്ട് അവനെ വല്ലാണ്ട്
സീരിയസ് ആയി. അന്ന് വളരെ മനോവിഷമമുണ്ടായി. അന്ന് തുടങ്ങിയതാണ് എനിക്ക് വല്ല പ്രഷർ, BP അന്ന് തുടങ്ങിയത്. അവന് ഈ കുടലിൻ്റെ ഉള്ളിൽ പിന്നെ അവൻ്റെ കുടലിലെ ഒരു തരം പിന്നെ ബാക്ടീരിയ, അത് രാത്രിയാണ് അത് വർക്ക് ചെയ്യുക. രക്തം പോവുക മലത്തു കൂടെ. അന്ന് അത് എടുക്കേണ്ട പ്രായം. അപ്പോൾ സീരിയസ് ആയി. അതിന് രാത്രി ചികിത്സിച്ചാലാണ് ആ ജേംസിന് ഫലിക്കൂ. രാത്രി ഇഞ്ചക്ട് ചെയ്യണം. അപ്പോൾ അവസാനം അങ്ങോട്ട് പോയെന്ന് തന്നെ വിചാരിച്ചതാണ്. അന്ന് വല്ലാണ്ട് ബുദ്ധിമുട്ടി. അതൊരു പ്രധാനപ്പെട്ട സംഗതി. അതൊന്നും സാധാരണ അവന് ആരോഗ്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെ മാതിരി ആരോഗ്യം ഉണ്ടായിരുന്നില്ല. എല്ലാ കുട്ടികളും ഓടി നടക്കുമ്പോൾ വടി കുത്തിയിട്ട് നടക്കുക. അത്ര ബലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവന് വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. അവന് വേണ്ടിയിട്ട് സെപ്പറേറ്റായിട്ട് ഒരു പയ്യനെ വാങ്ങി അവന് വേണ്ടി മാത്രം പശുവും പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ചീരാലയിൽ അവിടെ എരുമപ്പാലല്ലേ കിട്ടൂ. അങ്ങനെ അവന് വേണ്ടിയിട്ട് അതൊന്നും സാധാരണത്തേതാണ്. പക്ഷേ മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടിയത്, മനോവേദന ഉണ്ടായത് വേണുമാമ. പിന്നെ രമമേമയ്ക്ക് പല്ല് മുഴുവനും പുഴുത്തുനിന്ന് പോയിട്ട് ഒരൊറ്റ പല്ലുണ്ടായിരുന്നില്ല. ഒക്കെ പുഴുത്തുനിന്ന് പോയിട്ടൊക്കെ കുറ്റിയായിരുന്നു, ചെറിയ കുറ്റി. ഈശ്വരൻ ഈ കുട്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചില്ലാതെ കണ്ട് വിഷമിച്ചിട്ട് രണ്ടാലൊന്ന് തീരുമാനിച്ചിട്ട് ഞാൻ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ അറിയുന്ന ഡോക്ടറാണ്. ആ ഡോക്ടറെ അടുത്ത് എന്താണെന്ന് ഹോട്ടൽ മുഖാന്തരം എനിക്ക് നല്ല പരിചയം അവിടെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നോക്കട്ടെ, ചെറിയ വയസ്സല്ലേ, വരുന്ന പല്ലുകൾക്ക് വരാൻ ഇട കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു. ചെറിയ വയസ്സിൽ പല്ലുകളൊക്കെ പോയി അതിന് വലുതായിട്ട് വരുമ്പോൾ ഇതിനുള്ള സ്പേസ് കറക്റ്റാണ് വേണ്ടേ. എങ്ങനെയാലും ഒരേ പ്രാവശ്യം 4 പല്ല് പറിച്ചു. ഒരേ പ്രാവശ്യം. പല്ലെന്ന് പറയാനൊന്നുമില്ല, വെറും കുറ്റിയാണ്. അത് മുളച്ച് വന്നിട്ട് ഒരേ മാതിരി വരുന്നവരെ നല്ല മനോവിഷമമായിരുന്നു. ഒന്നുമില്ല. അതേ നമ്മൾ ആൺകുട്ടികളാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യാം. അത് പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരേ മാതിരി മുളച്ചു. അന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ പിന്നെയൊക്കെ ചെറിയ വിഷമങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതല്ലേ. ഇതങ്ങനെയല്ലല്ലോ. എന്നമാതിരി എൻ്റെ അച്ഛന് ഇതായിരുന്നു. പിന്നെ അവൻ്റെ കോളേജ് പഠിക്കലും അതിന് കാശില്ലായി, അതിൻ്റെ വിഷമങ്ങളും, കോളേജ് പറഞ്ഞാക്കിയാലും അതിൻ്റെ കാശില്ലായ്മയും, അത് വേറെ കാര്യങ്ങൾ. അതൊക്കെ സാധാരണ. ഇത് മനസ്സിന് വിഷമിച്ചത് ഇതൊക്കെ തന്നെയാണ്. പിന്നെ അമേരിക്കയിൽ നമ്മൾ സ്വപ്നത്തിലും കൂടിയും വിചാരിക്കാത്ത ഒരു കാര്യമാണ് സാധിച്ചത്. നമ്മൾക്ക് ഊഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സാധിച്ചത്. അമേരിക്കയിൽ പല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ നമ്മൾക്ക് ഇമേജ് ചെയ്യാൻ പറ്റില്ല. അതങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. പിന്നെ അതാണ് അവിടെ ഒറ്റ വാചകത്തിൽ പറയാനുള്ളത്. എടുത്തു പറയാനത്തെ ഒരുപാടുണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. നമ്മുടെ ഇവിടെ കാണാൻ പറ്റാത്തത്, ജീവിതത്തിൽ കാണാൻ പറ്റാത്തത്. അതിന് മക്കൾക്ക് നന്ദി പറയണം, മരുമകനും മകൾക്ക് നന്ദി പറയണം. അവർക്ക് അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടായതാണ് ദൈവാനുഗ്രഹം. മരുമക്കളെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ, മരുമക്കളെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ വളരെ നല്ല മരുമക്കളാണ്. അല്ല, മുഖസ്തുതിയാണെന്ന് തോന്നുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ നല്ലതെന്ന് പറയാൻ മടിക്കണത്. പക്ഷെ മുഖസ്തുതിയാന്ന് പറയും. അതുകൊണ്ട് നല്ല മരുമക്കളാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുക. 3 മരുമക്കളും ഒരാളെക്കാളും നല്ല സ്വഭാവമാണ്. അപ്പോൾ അവരെ എടുത്ത് പറയണം. അതിനെ പൂർവജന്മ സുഹൃതം ചെയ്തു. എൻ്റെ ജീവിതത്തിൽ വിശ്വാസങ്ങളെ പറഞ്ഞാൽ ഈ ഭൂതപ്രേത പിശാചങ്ങളിലെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന വിശ്വാസങ്ങളെല്ലാം പാടെ മാറി. അതിലൊന്നിലും വിശ്വാസം ഇല്ലാണ്ടായി. എൻ്റെ ഈ കൃഷി എന്നാ പറയണേ, എന്നെ പെരയ്ക്ക് വേണ്ടിയിട്ട് ഈ സ്ഥലം എടുത്തതിൻ്റെ ശേഷം എനിക്ക് അതിലുള്ള എല്ലാ വിശ്വാസങ്ങളും പോയി.
മനസ്സിലായോ? അത് വെറും അന്ധവിശ്വാസമാണെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം ഈ സ്ഥലത്ത് അത്രയും പേടിയായിരുന്നു എല്ലാവർക്കും. എനിക്ക് ഈ സ്ഥലം ഇത്ര ചീപ്പിൽ കിട്ടാൻ തന്നെ കാരണം അതാണ്. പേടിച്ചിട്ടാരും മേടിക്കാണ്ടിരിക്കുക കാരണമാണ്. ഞാൻ ധൈര്യപ്പെട്ട് മേടിച്ചോല്ലോ. അതുകൊണ്ട് സ്വന്തക്കാരും എല്ലാവരും എന്നെ പഴിച്ചെണ്ണു ഇത് മേടിച്ചിട്ട്. അഭിമാനിച്ച നിമിഷങ്ങൾ അമേരിക്കയിൽ പോയപ്പോൾ അഭിമാനം ഉണ്ടായിരുന്നു. എന്ന മാതിരി പഠിക്കുന്ന കാലത്ത് നല്ല അഭിമാനം ഉണ്ടായിരുന്നു. എല്ലാവരിലും തന്നെ അഭിമാനം ഉണ്ടായിരുന്നു. എന്ന മാതിരി അമേരിക്കയിൽ പോയത് വലിയ അഭിമാനം തന്നെയാണ്. പിന്നെ അഭിമാനങ്ങൾ അതാണ് ഏറ്റവും വലിയ അഭിമാനം. ഇങ്ങനെ സാധിച്ചല്ലോ എന്നുള്ള ദുരഭിമാനമാവും. അതെ, മക്കളെ അഭിമാനമാണ്. അത് പറയാൻ പാടില്ലല്ലോ. അത് മക്കളെ പുകഴ്ത്താവില്ലേ? മക്കളെ പുകഴ്ത്താവും. എൻ്റെ മക്കളെ, മരുമക്കളെ, പേരമക്കളെ എല്ലാവരും ഇതുവരെയ്ക്ക് ഈ നിമിഷം വരയ്ക്കും, നാളത്തെ കാര്യം പറയാൻ പറ്റില്ല, പറയത്തക്ക യാതൊരു ദോഷവും ഇല്ല. അതിൽ ഞാൻ ഗർവിക്കുന്നുണ്ട്. അഭിമാനമല്ല, ഗർവെന്നാണ് പറയാൻ. മനസ്സിലായോ? അത്ര എനിക്ക് പറയാനുള്ളൂ. അതിൽ ഏറ്റവും ജീവിതത്തിൽ ബുദ്ധിമുട്ടി സംഭവിച്ചതാ എൻ്റെ അമ്മയ്ക്ക് സൂക്കേട് വന്നിട്ട്. അതാണ്. അപ്പോൾ എന്താ ചെയ്തത്? എന്താ ചെയ്യണം? ഒന്നും ചെയ്യാൻ പറ്റി. അപ്പോൾ എന്താ, ആരെ നോക്കിയേ? അച്ഛൻ നോക്കിയേ. ശരി. പിന്നെ വേറെ ചോദ്യം അച്ഛൻ, അതായത് ജീവിതത്തിൽ അച്ഛന് ഇപ്പൊ പശ്ചാത്താപം തോന്നണ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. ഞാൻ ഈ സ്ഥലം മേടിച്ചത് ഈ ഇന്ത്യയിലുള്ള കാശ് ബാങ്കിലിട്ടതാണെന്ന് വെച്ചാൽ നല്ലൊരു പലിശ കിട്ടിയിരുന്നു. അത് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ പലിശ ഇവർക്ക് വീതിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഉപകാരമായിരുന്നു. ഇപ്പോൾ ഈ സ്ഥലം മേടിച്ചിട്ട് ഇവർക്ക് കുറേശ്ശെ കൊടുക്കുക കാരണം ഇതങ്ങനെ ഇതൊരു ഉപകാരത്തിലും പെടാതെ ഇങ്ങനെ കിടക്കുകയാണ്. അതിലെനിക്ക് നല്ലൊരു വേദനയുണ്ട്. വേണ്ടതുപോലെ ഒന്നും ചെയ്യണില്ല എന്നുള്ളൊരു വിഷമമുണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ. ഉണ്ട്, ആരോഗ്യ പ്രശ്നം എല്ലാം ഉണ്ട്. തീരെ വയ്യ, പ്രമേഹം, പ്രഷറ്, പിന്നെ തലതിരിച്ചൽ, ഇതൊക്കെയാണ് കൂടുതലായിട്ട്. മുമ്പേ കുറേ ഓപ്പറേഷൻ എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഹൈഡ്രോസിൽ ഓപ്പറേഷൻ, പിന്നെ ഹെർണിയ ഓപ്പറേഷൻ, ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യം ശരിയായിട്ട് വേണം. ആരോഗ്യം ഉണ്ടെങ്കിൽ സന്തോഷമുണ്ട്, ആരോഗ്യം ഇല്ലെങ്കിൽ സന്തോഷമില്ല. പിന്നെ ഫാമിലി അതിലൊരു ഭാഗമാണല്ലോ. ഫാമിലിയിൽ സന്തോഷം ഉണ്ടെങ്കിലാണ്, എപ്പോഴും സന്തോഷമാണ് ആരോഗ്യത്തിന് വലിയൊരു ഭാഗം. സന്തോഷത്തിൻ്റെ വലിയൊരു ഭാഗം ഫാമിലിയാണ്. ഫാമിലിയിൽ സന്തോഷമില്ലെങ്കിൽ മനുഷ്യന് ആരോഗ്യമില്ല. അതാണ് എൻ്റെ അഭിപ്രായം. ഭക്ഷണം രണ്ടാമത്തെ കാര്യമാണ്. ആദ്യത്തെ കാര്യം സന്തോഷം. ഭക്ഷണം മിതമായിട്ട് ഭക്ഷണം കഴിക്കണം. അല്ലാണ്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കരുത്. ജീവിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കൂടാണ്ട് കഴിയില്ല. മരുന്ന് പ്രധാനമാണ്. മരുന്ന് പ്രധാനമാണ്. സൂക്കേട് വന്നാൽ പ്രമേഹത്തിന് മരുന്ന് വേണമല്ലോ. ഇപ്പോൾ പ്രമേഹം, പ്രഷർ ഇതെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ മരുന്ന് ഒഴിച്ചുകൂടാത്തതാണല്ലോ. തലതിരിച്ചൽ, ഇതൊക്കെ വാർദ്ധക്യ സഹജമായിട്ടുള്ള സൂക്കേടുകളാണ് ഇതൊക്കെ. ഇതിനെല്ലാം ഏറ്റവും വലിയ മരുന്ന് മനസ്സമാധാനമാണ്. മനസ്സമാധാനം വേണമെന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ സുഖം വേണം. ആ സുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടുമുക്കാൽ സൂക്കേടുകൾക്കും ശമനം ഉണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം. ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള പല കാര്യവും ചെയ്തിട്ടുണ്ട്. പുകവലി, ചുരുട്ടുവലി, പുകവലിയിൽ പെടും. സിഗരറ്റ് വലി, ആദ്യം ബീഡി വലി, പിന്നെ സിഗരറ്റ് വലി, പിന്നെ ചുരുട്ടുവലി, ഇതെല്ലാം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഇപ്പോൾ തോന്നുന്നു. അതെല്ലാം നിർത്തി. ഇപ്പോൾ പശ്ചാത്താപിക്കണം. ഇപ്പോൾ അതിനെ പറ്റിയിട്ട് ചിന്തയില്ല. അത് അന്ന് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് നന്നല്ല എന്നുള്ളൊരു ബോധം വന്നു. പിന്നെ പേരക്കുട്ടികളുടെ സമ്മർദ്ദം ഒന്നുണ്ടായിരുന്നു. ഇത് നന്നല്ല എന്നുള്ളത് അവരുടെ ഒരു പ്രസ്സിങ് കൂടെയപ്പോഴൊക്കെ എല്ലാവരും അവരുടെ ഒരു പ്രസ്സിങ് കൂടെ ആയപ്പോൾ എല്ലാവരും അത് നന്നല്ല തന്നെത്താൻ തോന്നി. അപ്പോൾ അത് നിർത്തി.
സന്തുഷ്ടമാണ് ഇപ്പോൾ. ആയിരുന്നോ? അല്ല, ആയിരുന്നില്ല, ഇപ്പോഴാണ്. ആ, ജീവിച്ചിരിക്കുന്ന കാലത്ത് അന്യനെ അപകാരം ചെയ്യാതെ കണ്ട് അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നേ, ആർക്കും ഒരു അപകാരം ഉണ്ടായിരുന്നില്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അല്ലാണ്ട് അയാൾ മരിച്ചു പോയത് നന്നായി, അയാൾ ഉള്ളപ്പോൾ ദുഷ്ടനായിരുന്നു, അല്ലെങ്കിൽ ഒരു ഉപകാരം ആർക്കും ഉണ്ടായിരുന്നില്ല എന്നൊരു തോന്നൽ തോന്നിക്കാതെ, അതൊരു നല്ലൊരു ആഗ്രഹമാണ്. ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ആ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചത്, അല്ലാണ്ട് പബ്ലിക്കിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. എപ്പോഴും ഭാര്യയ്ക്കും മക്കൾക്കും അതന്നെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, അച്ഛനും അമ്മയ്ക്കും ബാക്കിയുള്ള കൂട്ടർക്കും വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്തത്, മനസ്സിലായോ? അല്ലാതെ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറേയൊക്കെ ഏറെക്കുറെ ചെയ്യാൻ പറ്റിയെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇതിലും മീതെ അപകാരമൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ മനസ്സാക്ഷി പറയണത്. ഇനി ഒരാഗ്രഹവും ഇല്ല. ആഗ്രഹം ഒന്നേ ഉള്ളൂ, മക്കളും മരുമക്കളും കൂടി തമ്മിൽ തല്ല് കൂടാതെ കണ്ട് ജീവിച്ച് കാണണം ഞാൻ എൻ്റെ കാലം കഴിയുന്നവരെ. അതേ ഉള്ളൂ. ഏതെ അതെനിക്കറിയണ്ട. അച്ഛൻ്റെ കാലം കഴിഞ്ഞാൽ അതവർ അതിൻ്റെ കാര്യത്തിൽ, എൻ്റെ കാര്യത്തിൽ പെടില്ല. എൻ്റെ കാലം കഴിയുന്നവരങ്ങനെ കാണണം. ഉപദേശം ഇതന്നെ, അന്യോന്യം സ്നേഹത്തോട് കൂടിയിട്ടും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ട് ജീവിക്കാൻ തയ്യാറാവണം. തെറ്റുകുറ്റങ്ങൾ അന്യോന്യം അറിഞ്ഞ് പെരുമാറാനുള്ള വിവേകം ഉണ്ടാവണം. തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്തകൾ ആരും ഉണ്ടാവില്ല, തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യൻ ആരുമില്ല. പക്ഷേ അത് അറിഞ്ഞ് പൊറുക്കാനുള്ള ശക്തി വേണം. ചെറിയൊരു തെറ്റ് കാണുമ്പോഴേക്കും ചാടിക്കളിച്ച് മേക്കെട്ട് കയറി ഉള്ള സ്വൈരത്തിനെ കളയരുത്. അത് പറയലാണ്, ആചരണയിൽ വരണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിൽ വയസ്സിൽ മുതിർന്ന ആൾക്കാരെ ബാക്കിയുള്ള കൂട്ടരെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നമാതിരി വീട്ടിൽ വളരെ അച്ഛനമ്മമാർ വളരെ ശാന്തിയോടുകൂടെ പെരുമാറുന്നതാണ് മക്കൾ കണ്ടു പഠിക്കുക. അപ്പോൾ എല്ലാവരും അതിനെ ഫോളോ ചെയ്യണം. ഏതിനെ അച്ഛനമ്മമാർ വളരെ പെരുമാറുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം. അതന്നെ. ഇനി വേറെ വല്ലതും പറയണം? അപ്പോൾ ശരി, താങ്ക് യു. കഴിഞ്ഞു. ഹലോ മൈക്രോഫോൺ അണ്ടർ ടെസ്റ്റിംഗ്. തേനോടും മൊഴിയാൽ തിരതേടും മിഴിയാൽ വീണ്ടും സ്വപ്നം നെയ്യുകില്ലേ. തേനോടും മൊഴിയാൽ തിരതേടും മിഴിയാൽ വീണ്ടും സ്വപ്നം നെയ്യുകില്ലേ. സ്വപ്നത്തിൻ ചിറകിൽ സ്വയം തേടിയാലയും വർഗീയ മൗനങ്ങളെ ലോലപ്പൊന്മാർ കുഞ്ഞു